നമസ്കാരം. അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുത്തത് മുതൽ ആദ്യ തവണ പ്രസിഡൻ്റായിരുന്നത് പോലെ തന്നെ കാനഡയ്ക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമാണ് കാനഡയെ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാക്കുക എന്നുള്ളത്. നേരത്തെയും അദ്ദേഹം പലതവണ ഇത് സംബന്ധിച്ച വാഗ്ദാനങ്ങൾ കാനഡയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. ടാക്സ് ഇളവ്, മറ്റ് ആധുനിക സംവിധാനങ്ങൾ തുടങ്ങി എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് അവരോട് പലപ്പോഴും പറയുമായിരുന്നത്. ഇപ്പോൾ ട്രംപ് പുതിയൊരു വാഗ്ദാനവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്ക അവരുടെ ഏറ്റവും അത്യന്താധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം തയ്യാറാക്കുകയാണ്. ഇതിൻ്റെ പേര് ഗോൾഡൻ ഡോം എന്നാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെയും ഇന്ത്യയിലെ S-400ൻ്റെയും ഒക്കെ തന്നെ മാതൃക സ്വീകരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവർ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം കണ്ടുകൊണ്ടാണ് തങ്ങൾക്കും അതിനേക്കാൾ നല്ലത് ഒന്ന് വേണം എന്ന് ട്രംപ് ആഗ്രഹിച്ചതും അങ്ങനെ ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി ട്രംപ് $25 ബില്യൺ അനുവദിച്ചത്. ഇതിൻ്റെ നിർമ്മാണം പൂർണ്ണമായി അവസാനിക്കുമ്പോൾ ഏതാണ്ട് $1/2 ട്രില്യൺ വേണ്ടിവരും എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. എന്നാൽ ട്രംപ് ആകട്ടെ ഇക്കാര്യം നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു $175 ബില്യൺ ഇതിൻ്റെ പണി തീരും എന്നാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് കാനഡക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശം, ഞങ്ങൾ ഗോൾഡൻ ഡോം നിങ്ങൾക്ക് തരാം, തീർത്തും സൗജന്യമായി തന്നെ തരാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടിയന്തരമായി അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ സൗജന്യമായി തരികയുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഈ പുതിയ ഗോൾഡൻ ഡോം സംവിധാനം വേണമെങ്കിൽ $62 ബില്യൺ അമേരിക്കയ്ക്ക് തരേണ്ടി വരും എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാനഡയിൽ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി എത്തിയതിന് ശേഷം പൊതുവെ ഡൊണാൾഡ് ട്രംപ് ഒരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ട്രംപുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് എല്ലായ്പ്പോഴും അന്നത്തെ കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയെ കാനഡ പ്രധാനമന്ത്രി എന്നുള്ളതിന് പകരം കാനഡ ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുമായിരുന്നത്. അതായത് അമേരിക്കയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഗവർണർ എന്നാണ് വിശേഷിപ്പിക്കുമായിരുന്നത്. ഏതായാലും മാർക്ക് കാർണി എത്തിയതിന് ശേഷം അദ്ദേഹം വൈറ്റ് ഹൗസിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളരെ ഊഷ്മളമായൊരു സ്വീകരണമൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിനായി നൽകിയത്. ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ഒരു വാഗ്ദാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലാണ് ഇക്കാര്യം ഇപ്പോൾ വീണ്ടും അറിയിച്ചിരിക്കുന്നത്. കാനഡക്കാർക്ക് ഏറ്റവും മികച്ചൊരു സുവർണ അവസരമാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ അമേരിക്കയുടെ ഭാഗമാകുക, മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും, നിങ്ങൾ $0 തന്നാൽ മതി, ഞങ്ങൾ ഈ സംവിധാനം നിങ്ങൾക്കായി തരാമെന്നൊക്കെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെ കാനഡയുടെ സംരക്ഷണത്തിന് വേണ്ടി അമേരിക്ക വളരെയധികം പണം ചെലവാക്കുന്നു എന്ന പരാതി ട്രംപ് പലവട്ടം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇക്കുറി അദ്ദേഹം അതേക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. മാത്രമല്ല, ഈ ഗോൾഡൻ ഡോമിൻ്റെ നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ കാനഡ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേക്കുറിച്ചും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം, ഒരു കുഴപ്പവുമില്ല, പക്ഷേ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണം, എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ ഞങ്ങൾ ഈ സംവിധാനം നിങ്ങൾക്ക് തരികയുള്ളൂ എന്നാണ്. ഇത് ട്രംപിൻ്റെ സ്ഥിരം രീതി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം കാനഡയിലെ ഭരണാധികാരികൾ ആരും തന്നെ ഇതോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല.